എത്ര ജൂനിയറായ ഒരു ഡോക്ടറാണെങ്കിലും തൊട്ട് മുന്നിൽ വന്നിരിക്കുന്ന രോഗിയുടെ ലക്ഷണങ്ങൾ വച്ച് തന്നെ എന്താണ് അസുഖമെന്ന് വളരെ നിസ്സാരമായി കണ്ടെത്താനാകും. പക്ഷേ ആന്റണി സർക്കാരിൽ ടൂറിസം മന്ത്രിയും പിന്നെ പാർലമെന്റ് അംഗവുമൊക്കെ ആയിരുന്ന KV തോമസ് CPMലേക്ക് പോന്ന ശേഷം എന്തിനാണ് ഈ ഡൽഹി പ്രേമമെന്ന് മനസ്സിലാക്കാൻ കേരളത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ കേരളത്തിലെ CPI നേതാക്കൾ അതിന് മെനക്കെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. എന്തുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ ഇക്കാര്യം ഇതുവരെ ചിന്തിച്ചില്ല എന്ന് ഇപ്പോൾ ബാലഗോപാൽ തന്നെ ആലോചിക്കുന്നുണ്ട്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ഡോക്ടറായ തോമസ് ഐസക് പോലും ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞു കണ്ടില്ല ഇതുവരെ. പക്ഷേ തിരുത്താൻ CPMകാർ തന്നെ വേണ്ടി വന്നു. ഇപ്പോൾ ആശമാർ സെക്രട്ടറിക്ക് മുന്നിൽ സമരം നടത്തുമ്പോൾ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നതിന് കാരണം സർക്കാർ വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ ഇടത് സഹായത്തിന് മുൻ എംപിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാനദണ്ഡങ്ങൾക്ക് അനുസൃതമല്ലാതെയും നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാതെയും KV തോമസിന് പണം എടുത്തു കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ ഒരു ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നത്. ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ സംസ്ഥാനത്തിന്റെ പ്രതിനിധിയായ KV തോമസിന് മുമ്പ് ഒരാളുണ്ടായിരുന്നു, മുൻ MP സമ്പത്ത്. അദ്ദേഹവും ഇതുപോലെ കേരളത്തിന്റെ കാര്യങ്ങൾ ഡൽഹിയിൽ അവതരിപ്പിക്കുന്നതിൽ മിടുക്കനായിരുന്നു. കാരണം മികച്ചൊരു പാർലമെന്ററിയും കൂടിയായിരുന്നു സമ്പത്ത്. പക്ഷേ KV തോമസിനെ ഇപ്പോൾ ഈ സാമ്പത്തിക അവസ്ഥ രൂക്ഷമായിരിക്കുന്ന കേരളം പരിഗണിക്കുന്നത് പോലെ സമ്പത്തിനെ പരിഗണിച്ചിരുന്നില്ല. സമ്പത്ത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കൊണ്ടാകണം അതിന് സമ്പത്ത് നിർബന്ധിക്കാതിരുന്നതും. പക്ഷേ കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം ആ സമയത്ത് സമ്പത്ത് കൃത്യമായി നിർവഹിച്ചിരുന്നു. കോവിഡ് സമയത്ത് സമ്പത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നെങ്കിലും അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നെന്ന് പിന്നീട് തെളിഞ്ഞു. ഇപ്പോൾ ഇതാ ക്യാബിനറ്റ് റാങ്കോടെ ഡൽഹിയിൽ സംസ്ഥാനത്തിന്റെ പ്രതിയായ KV തോമസിന് കഴിഞ്ഞ മാസം യാത്രാ അലവൻസ് 11 ലക്ഷം രൂപയെ വർദ്ധിപ്പിച്ചു. പ്രതിമാസം ഓണററിയുമായി 1 ലക്ഷം രൂപ മുമ്പേ നൽകുന്നുണ്ട്. ഇതിനു പുറമെയാണ് മറ്റ് ആനുകൂല്യങ്ങൾ. KV തോമസിന് ഇത്രയേറെ പണം നൽകുന്നതിൽ മുൻമന്ത്രി G സുധാകരനും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് ഇടത് നേതാക്കളും സംസ്ഥാന സർക്കാരുമൊക്കെ മനസ്സിലാക്കണം. പാവപ്പെട്ട വീട്ടിലല്ല KV തോമസ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കേരളത്തിൽ സ്വന്തമായ നിലനിൽപ്പുണ്ട്, സമ്പാദ്യമുണ്ട്, ആസ്തിയുണ്ട്, ബിസിനസ്സുണ്ട്. എന്നിട്ടും രാഷ്ട്രീയപരമായാണ് KV തോമസിന് ഈ തുകയൊക്കെ വാരിക്കുരി കൊടുക്കുന്നതെങ്കിൽ ആശാവർക്കന്മാർക്ക് ഇതിൻ്റെ 4/1 കൊടുത്താൽ അവർ സമരം അവസാനിപ്പിക്കില്ലേ എന്നാണ് ഇപ്പോൾ ഇടത് നേതാക്കൾ തന്നെ ചോദിക്കുന്നത്. എറണാകുളം മണ്ഡലത്തിൽ അത്ര നിസ്സാരമൊന്നുമായിരുന്നില്ല KV തോമസ്. 5 തവണയാണ് CPMനെ പരാജയപ്പെടുത്തി നാണം കെടുത്തിയത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, സെബാസ്റ്റ്യൻ പോൾ തന്നെയാണ്. 3 തവണ CPMന് ഈ സീറ്റ് അഭിമാനകരമായി നേടിക്കൊടുത്തയാളാണ് താൻ. പാർട്ടിക്ക് ലെവി കൊടുക്കുകയും ഔദ്യോഗിക വസതിയിൽ പാതി താൻ പാർട്ടിക്ക് ഇടം നൽകുകയും ചെയ്തു. പാർട്ടിക്ക് വേണ്ടി എഴുത്തിലും പ്രസംഗത്തിലും പ്രചാരവേല ചെയ്യുക എന്ന ദൗത്യവും തനിക്കുണ്ട്. അതിലൊന്നും യാതൊരു വിഷമവുമില്ല. കാരണം താനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നിട്ടും തൻ്റെ ക്ഷേമത്തിൽ ഒരു താല്പര്യം കാണിക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർപ്പാളിൽ നിന്നുമെത്തിയ ഇടതിനെ മൊത്തത്തിൽ 5 തവണ എറണാകുളത്ത് നാണം കെടുത്തിയ തോമസ് എന്ന ആ വ്യക്തിയോട് കാണിക്കുന്ന ദയ അനിതര സാധാരണമാണെന്ന് സെബാസ്റ്റ്യൻ പോൾ പറയുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ പുവർ തോമസ് എന്ന പടം പഠിച്ചു തീർക്കുന്നു എന്നാണ് ഇതേപ്പറ്റി രസകരമായി സെബാസ്റ്റ്യൻ പോൾ വിശദീകരിച്ചത്. അങ്ങനെ കൂടി സെബാസ്റ്റ്യൻ പോൾ പറയുമ്പോൾ മറിച്ചു തീർക്കാൻ പാർട്ടിയിൽ പോലും ആർക്കും നാവ് പൊന്തില്ല. ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ത്യാഗവും സമർപ്പണവും മറന്നിട്ട് KV തോമസിനെ പോലുള്ള പുത്തൻ കുറ്റുകാർ CPMലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷ്യവും അപകടവുമൊക്കെ സെബാസ്റ്റ്യൻ പോൾ തുറന്നു കാണിക്കുന്നു. വാങ്ങുന്നയാൾക്ക് നാണമില്ലെങ്കിൽ കൊടുക്കുന്നയാൾക്കെങ്കിലും ആ നാണം ഉണ്ടാകണമെന്നാണ് സെബാസ്റ്റ്യൻ പോൾ വ്യക്തമായി എഴുതി വെച്ചത്. KV തോമസിനെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിടാനാണ് പണ്ടൊരിക്കൽ തന്നെ മാറ്റി സിന്ധു ജോയിയെ തോമസിനെതിരെ നിർത്തിയതെന്നും അതിന് പിന്നിൽ ചില ലോക്കൽ സഖാക്കളുടെ താല്പര്യം ഉണ്ടായിരുന്നെന്നുള്ള ഗുരുതരമായ ആരോപണവും ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി ആര് പറയുമെന്നാണ് സംശയം. 2009 താൻ ജയിക്കുമെന്ന് ഉറപ്പായിരിക്കെ തന്നെ ഒഴിവാക്കി സിന്ധു ജോയിയെ കൊണ്ടുവന്ന് KV തോമസിന്റെ വിജയം വീണ്ടും ഉറപ്പാക്കി കൊടുത്ത ചില സഖാക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ആദ്യം തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും ഇനി അവർ തന്നെയായിരിക്കും. KV തോമസ് അവരുടെ പ്രിയപ്പെട്ട തോമസ് മാഷാണ്. ഇപ്പോഴും കോൺഗ്രസ്സുകാർ പോലും KV തോമസിനെ വിളിക്കുന്നത് ചിരിത മാഷ് എന്നൊക്കെയാണ് ഓർക്കണം. കാരണം പണ്ട് സോണിയാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ KV തോമസിന് പ്രത്യേക പരിഗണനയാണ് സോണിയുടെ വസതിയിൽ ലഭിച്ചിരുന്നത്. കാരണം സോണിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിരിത മീൻ ഒരു കുട്ടയുമായിട്ടാണ് KV തോമസ് ഡൽഹിയിലെത്തുന്നത്. ഇനി എന്താണ് സെബാസ്റ്റ്യൻ പോളിന് ബാക്കി പറയാനുള്ളത്? എന്തിനാണ് KV തോമസിനെ CPMകാർ ഇപ്പോൾ മാഷെ എന്ന് വിളിപ്പിക്കുന്നത് എന്നറിയില്ല. ഇവരെയൊക്കെ എവിടെ എന്താണ് ഈ മാഷ പഠിപ്പിച്ചത് എന്നും അറിയില്ല.
തോമസിനോട് കുശുമ്പ് കൊണ്ടല്ല താൻ ഇതെല്ലാം പറയുന്നത്. ആയിരക്കണക്കിന് സഖാക്കൾ ജീവൻ ത്യജിച്ചും രക്തമൊഴുക്കി നേടിയ അധികാരത്തിൻ്റെയും ആനുകൂല്യങ്ങളുടെയും പങ്ക് അനർഹർ കാക്ഷിക്കരുത്. സർക്കാരിനെതിരെ ഒരു പദവിയും താൻ സ്വീകരിക്കാത്തത് ഇക്കാരണത്താൽ തന്നെയാണെന്ന് സെബാസ്റ്റ്യൻ പോൾ തുറന്നു പറയുന്നു. നഷ്ടപ്പെടുന്നത് ഒരു ഇന്നോവ കാറും കുറേ ലക്ഷങ്ങളും. നേടാനും നിലനിർത്താനുമുള്ളത് പക്ഷേ വിലമതിക്കാനാകാത്ത ആത്മഗൗരവം അത് തനിക്കുണ്ടെന്ന് സെബാസ്റ്റ്യൻ പോൾ വ്യക്തമായി തുറന്നടിക്കുന്നു. ആർക്കും കുറവ് വരുത്താൻ കഴിയാത്ത വിധം അതെനിക്ക് സ്വന്തമായുണ്ട് എന്ന പരിഹാസത്തോടെയാണ് സെബാസ്റ്റ്യൻ പോൾ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. കെ.വി. തോമസിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ കൂടി സെബാസ്റ്റ്യൻ പോൾ വിശദീകരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹവും എറണാകുളം എന്ന ലോക്സഭാ മണ്ഡലത്തിൽ കിടന്ന് കുറേ പയറ്റിയതാണല്ലോ. എറണാകുളത്തിൻ്റെ MP കൂടിയായിരുന്നല്ലോ സെബാസ്റ്റ്യൻ പോൾ. രാഷ്ട്രീയ എതിരാളികളെയും സ്വന്തം പാർട്ടിക്കാരനെയും തേജോവധം ചെയ്യാൻ എന്ത് കളിയും കളിക്കാൻ മടിക്കാത്ത രാഷ്ട്രീയക്കാരനാണ് ഇന്നും കെ.വി. തോമസ് എന്ന സെബാസ്റ്റ്യൻ പോൾ തൻ്റെ ആത്മകഥയിൽ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി എന്ത് നികൃഷ്ടപ്രവൃത്തിയും ചെയ്യാൻ ഈ സ്വയം പ്രഖ്യാപിത മാഷിന് ഒരു മടിയുമില്ലായിരുന്നു. സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ, അതായത് UDF മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ കാലുവരി തറലടിക്കുന്നത് കെ.വി. തോമസിൻ്റെ ഒരുതരം ഹരമാണെന്നൊക്കെ സെബാസ്റ്റ്യൻ പോൾ മുമ്പ് എൻ്റെ കാലം എൻ്റെ ലോകം എന്ന ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖനം നിലനിൽക്കെയാണ് കെ.വി. തോമസ് എന്ന കോൺഗ്രസ് വിട്ടുവന്ന പാർലമെന്റേറിയൻ കൂടിയായ മുൻ മന്ത്രി കൂടിയായ വ്യക്തിയെ ഇപ്പോൾ കേരളത്തിന്റെ പ്രതിനിധിയായി ഇടത് സർക്കാർ ഡൽഹിയിൽ നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തായി? ഏറ്റവും ഒടുവിൽ ആശാവർക്കർമാരുടെ വിഷയത്തിൽ കുറെ കണക്കുകളും കാര്യങ്ങളുമൊക്കെയായി വെട്ടിത്തിരുത്തലുകളും കൂട്ടിക്കിഴിക്കലുമൊക്കെയായി സാക്ഷാൽ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ കെ.വി. തോമസ് ഡൽഹിയിലെത്തി. കടക്ക് പുറത്തുനിന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് എന്തായി? ഒടുവിൽ കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര അർലേക്കർക്കും പോകേണ്ടി വന്നു നിർമ്മല സീതാരാമനെ കാണാൻ. അതാണ് കേരളത്തിൻ്റെ പ്രതിനിധി കെ.വി. തോമസ് കേരളത്തിന് വരുത്തി വെച്ച വിന. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇതാരും മറക്കരുതെന്ന് ഇപ്പോൾ CPM-ലെ ചില മുതിർന്ന നേതാക്കൾ പരസ്യമായും രഹസ്യമായും ഒക്കെ പറയുന്നുണ്ട്. കാരണം കെ.വി. തോമസ് ഡൽഹിയിലൊരു വട്ടപൂജ്യമായി മാറിയിരിക്കുന്നു ഇടതിന്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കെ.വി. തോമസിനെ ചുമക്കണമോ അതോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൊണ്ടു നിർത്തി മത്സരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് വീണ്ടും തെളിയിച്ചെടുക്കണമോ എന്നതാണ് ഇപ്പോൾ ഇടതു മുന്നണിക്കുള്ളിലെയും CPM-നുള്ളിലെയും ചോദ്യം. ഈ ചോദ്യത്തിനും ആരുത്തരം നൽകും എന്നതാണ് പൂച്ചയ്ക്കാര് മണി കിട്ടും എന്നതിനേക്കാൾ വിഷമമേറിയ ചോദ്യം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.